ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഇടുക്കി രൂപതയുടെ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ 2025-26 സൺഡേ കാറ്റഗിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം നമ്പർ 1. ഈശോയുടെ പീഡാനുഭവ പ്രവചനം കേട്ട് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞ ശിഷ്യൻ ആര്? ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം പത്രോസ്. ചോദ്യം നമ്പർ 2. കാൽവരി യാത്രയിൽ കുരിശു ചുമക്കുവാൻ ഈശോയെ സഹായിച്ചത് ആര്? ഉത്തരം ശിമയോൻ. 3. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം എന്ന് ഉത്ബോധിപ്പിച്ചത് ആര്? വിശുദ്ധ പൗലോസ്. 4. റബ്ബോനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഗുരു. 5. ആരാധനാക്രമ മത്സരത്തിലെ 5-ാമത്തെ കാലം ഏതാണ്? ഉത്തരം ഉയിർപ്പുകാലം. 6. പൂരിപ്പിക്കുക. പൂരിപ്പിക്കാനുള്ള വാക്കു മാത്രം ഉത്തരമായി എഴുതിയാൽ മതിയാകും. 6. ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഡാഷ്. ഉത്തരം ദുഃഖവെള്ളി. 7. ഉയിർപ്പു തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ചയെ ഡാഷ് എന്നാണ് വിളിക്കുന്നത്. 7. ഉത്തരം പുതുഞായർ. 8. രാത്രിയിൽ ദീപസ്തംഭമായും പകൽ ഡാഷ് ആയും ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്നു. ഉത്തരം മേഘസ്തംഭം. 9. ചുംബനത്താൽ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദാസിനെ ഈശോ എന്താണ് വിളിച്ചത്? ഉത്തരം സ്നേഹിത. 10. ഡാഷിൻ്റെ ദംശനമേറ്റ് നിത്യനാശമടയുന്നവർക്ക് രക്ഷയേകാൻ ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടു. ഉത്തരം പാപത്തിൻ്റെ. അടുത്തത് ചേരുംപടി ചേർക്കുക. 11. സഹനദാസൻ. 'ഏശയ്യ. 12. പുതുഞായർ. ഉത്തരം മാർത്തോമ ഞായർ. 13. ശൂന്യമായ കല്ലറ. ഉത്തരം ഈശോയുടെ ഉത്ഥാനം. 14. യോന പ്രവാചകൻ. ഉത്തരം നിനവേയുടെ മാനസാന്തരം. 15. കേസറിയ ഫിലിപ്പി. ഉത്തരം പത്രോസ്. 16. ബൈബിൾ വചനം പൂരിപ്പിക്കുക. ബൈബിൾ വചനം പൂരിപ്പിക്കുമ്പോൾ ചോദ്യപേപ്പറിൽ തന്നേക്കുന്ന മുഴുവൻ ഭാഗവും ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിച്ചിട്ടുള്ള മുഴുവൻ ഭാഗവും എഴുതി ഫില്ല് ചെയ്യാനിട്ടിരിക്കുന്ന ഭാഗം പൂരിപ്പിച്ച് ബാക്കി ഭാഗവും കൂടെ ചേർത്ത് ബൈബിൾ ഭാഗമായ മത്തായി 6:14 കൂടെ ചേർത്ത് വേണം ഉത്തരം എഴുതാൻ. 16. മറ്റുള്ളവരുടെ തെറ്റുകൾ ഡാഷ് ക്ഷമിക്കും. മത്തായി 6:14. അതിൻ്റെ ഉത്തരം മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മത്തായി 6:14. 17. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഡാഷ് ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ഏശയ്യ 53:5. ഉത്തരം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ഏശയ്യ 53:5. 18. ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഡാഷ് വ്യർത്ഥമാണ്. 1 കൊരിന്തോസ് 15:14. ക്രിസ്തു അല്ലെങ്കിൽ മിശിഹ ഉയിർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 1 കൊരിന്തോസ് 15:14. അടുത്ത സെഷൻ ഉത്തരം എഴുതുക. 19. എന്താണ് പാപം? നാം ഭയപ്പെടേണ്ട ഏറ്റവും വലിയ തിന്മയാണ് പാപം. ഇത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ്. സ്നേഹത്തിൻ്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് പാപം. ചോദ്യം നമ്പർ 20. മൂലപാപങ്ങൾക്കെതിരായ പുണ്യങ്ങൾ എത്ര? ഏതെല്ലാം? ചെറിയ വേദോപദേശത്തെ അടിസ്ഥാനമാക്കി ഉള്ള ചോദ്യോത്തരങ്ങളാണ് ഇവ. മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും എന്നതിൽ അതിൻ്റെ ഉത്തരമുണ്ട്. മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും എഴുതുമ്പോൾ തന്നെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം. നിഗളം എളിമ, ദ്രവ്യാഗ്രഹം,
ഔദാര്യം, മോഹം അടക്കം, കോപം ക്ഷമ, കൊതി മിതഭോജനം, അസൂയ ഉപവി, മടി ഉത്സാഹം എന്നോ എളിമ, ഔദാര്യം, അടക്കം, ക്ഷമ, മിതഭോജനം, ഉപവി, ഉത്സാഹം എന്നോ എഴുതിയാൽ പൂർണ്ണമായ ആൻസറായി മുഴുവൻ മാർക്കും ലഭിക്കും. ചോദ്യം നമ്പർ 21. സഹനദാസനെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങൾ ഈശോ എങ്ങനെ തന്നിൽ പൂർത്തിയാക്കി? സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ബലിയായി ഈശോ സ്വയം സമർപ്പിച്ചു. ചമ്മട്ടി അടിയേറ്റ് ദേഹമാസകലം മുറിവേറ്റ് ശിരസിൽ മുൾമുടി അണിഞ്ഞും കയ്യിൽ ഞാങ്ങണയേന്തിയും പരിഹാസത്തിനായി നിൽക്കുന്ന ഈശോ സഹനദാസന്റെ ചിത്രം തന്നിൽ പൂർത്തിയാക്കി. അതാണ് അതിൻ്റെ ആൻസർ. 22. ഗെത്സേമനിയിലെ ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം: പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. 23. ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മാതൃക നൽകിയത് എങ്ങനെ? ചമ്മട്ടി കൊണ്ട് അടിച്ചും മുൾമുടി ധരിപ്പിച്ചും കുരിശിൽ തറച്ചും പരിഹസിച്ചും തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചുകൊണ്ടും അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക നൽകി. 24. ദിവ്യബലിയിലെ അനുരഞ്ജനത്തെ സംബന്ധിക്കുന്ന ഗീതം എഴുതുക. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. വിശുദ്ധ കുർബാനയിലെ ആദ്യ ഗീതം ഇതാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഈശോയുടെ 25ാമത്തെ ചോദ്യം ഈ ചോദ്യപേപ്പറിലെ അവസാന ചോദ്യവുമാണ്. ഈശോയുടെ കല്ലറയ്ക്ക് കാവൽ നിർത്താൻ കാരണം എന്ത്? ഈശോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ യഹൂദ പ്രമാണിമാർ പീലാത്തോസിന്റെ അനുവാദത്തോടെ കല്ലറ മുദ്രവെച്ച് പടയാളികളെ കാവലേൽപ്പിച്ചു. ഇതോടുകൂടി ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഇടുക്കി രൂപതയുടെ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ 2025-26 സൺഡേ കാറ്റഗിസം ചോദ്യോത്തര പരിപാടിയുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.